ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കരുണ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. ഏതിനെ? കണ്ണുപൊട്ടിപ്പോയതിനെ, മുടന്തും ദീനവുമുള്ളതിനെ. ഈ ജനം കണ്ണുപൊട്ടിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം ഈ പുരോഹിതന്മാരോട് പറയുകയാണ്, അതിനെ നീ നിന്റെ ദേശത്തിലെ നിന്റെ അധിപതിക്ക് നീ അത് കൊടുക്കുമോ? നീ അതിനെ അവന് കൊടുക്കുമ്പോൾ നീ കൊടുത്ത ആ വസ്തു സംബന്ധിച്ച് അവൻ നിന്റെ ഈ കാഴ്ചയിൽ പ്രസാദിക്കുമോ? നിന്നോട് അവന് കൃപ തോന്നുമോ? അപ്പം നിന്നിൽ അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ? നാം കൊടുത്ത ആ വസ്തു സംബന്ധിച്ച് നോക്കണേ, ദൈവം എത്ര ആഴത്തിലാണ് മനുഷ്യനോട് സംസാരിക്കുന്നത്. എത്ര നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ എത്ര ലളിതമായിട്ട് കൂടിയാണ് ദൈവം സംസാരിക്കുന്നത്. ഇതിലും ലളിതമായിട്ട് എങ്ങനെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ട് സാധിക്കും? തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് പോലും ശരിക്കും തിരിച്ച് അറിഞ്ഞ് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയും വിധത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന വിധത്തിൽ, ഏത് കുഞ്ഞുകുട്ടിക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ ദൈവം ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്, നീ ഇത് നിനക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് കാഴ്ചവെക്കുമ്പോൾ, കൊടുക്കുമ്പോൾ അദ്ദേഹം ഇതിൽ പ്രസാദിക്കുമോ? നമ്മൾ എത്രയോ ആളുകൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. നാം ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് വാങ്ങുന്നതിന് മുമ്പേ ഒരു പ്ലാനുണ്ട്. എന്താ പ്ലാൻ? ഈ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന ആൾ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ മനസ്സിൽ കാണുകയാണ്. അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാം ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അത് ഏറ്റവും മനോഹരമായി പൊതിഞ്ഞ് ഭംഗിയായിട്ട് നാം അദ്ദേഹത്തിന് അത് കാഴ്ചവെക്കുന്നത്. എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സാധാരണ പേപ്പറിലൊക്കെ പൊതിഞ്ഞായാലും കൊടുത്തേനെ. അല്ല, പിന്നെയോ ലഭിക്കുന്ന ആളുടെ മനസ്സിൻ്റെ സന്തോഷം, കൊടുക്കുന്നയാളും ആ സന്തോഷം അനുഭവിച്ചാണ് കൊടുക്കുന്നത്.
അതാണ് അതിൻ്റെ കാര്യം. ലഭിക്കുന്ന ആൾക്ക് എത്രത്തോളം സന്തോഷം കിട്ടണമെന്ന് കൊടുക്കുന്ന ആൾ തീരുമാനിക്കുക. ഇപ്പം കൊടുക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉള്ളത് കൊണ്ടാണ് ആർക്ക് കൊടുക്കുന്നുവോ അവരോട്, അതുകൊണ്ടാണ് നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഏറ്റവും ഉത്തമമായത് കൊടുക്കുന്നത്, ഏറ്റവും മേത്തരമായത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, കൊടുക്കുന്ന വ്യക്തിയും ആർക്ക് കൊടുക്കുന്നുവോ ആ വ്യക്തിയും തമ്മിൽ ഹൃദ്യമായൊരു ബന്ധം, ആഴമായിട്ടുള്ളൊരു ബന്ധം അതുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ആ വ്യക്തിയുമായിട്ട് ഇദ്ദേഹത്തിന് ഹൃദയപരമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഹൃദ്യമായ ബന്ധം ഇസ്രായേലിന്, അവിടുത്തെ പുരോഹിതന്മാർക്ക് ഇന്ന് ദൈവത്തോടില്ലാതെ പോയിരിക്കുന്നു എന്ന. ഈ പുരോഹിതന്മാർക്ക് ദൈവവുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹൃദ്യത, സ്നേഹം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവസംബന്ധമായിട്ട് ഇവർക്ക് ഹൃദയത്തിൽ സന്തോഷമില്ല. ദൈവസംബന്ധമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവർക്ക് സ്വയമായിട്ട് ഞാൻ കൊടുക്കുന്ന ഈ ബലി മുഖാന്തരം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണമെന്ന ആ ചിന്തയില്ല. അതെല്ലാം എന്നേ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പിന്നെ ആർക്കോ വേണ്ടി ചെയ്യും പോലെ ഗിഫ്റ്റ് കൊടുത്തു. എന്താ കൊടുത്തേ? എന്തെങ്കിലും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ ഈ പുരോഹിതന്മാർ ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ അത് ലഭിക്കുന്നവൻ്റെ പ്രസാദത്തെക്കുറിച്ച്, ആർക്കർപ്പിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ദൈവം ഇതിൽ പ്രസാദിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ചിന്ത പോലുമില്ലാതെയാണ് ഇവര് ഈ യാഗമർപ്പിക്കാനായിട്ട് ഈ കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ദീനമുള്ളതിനെയൊക്കെ കൊണ്ടുവരുന്നത്. നോക്കണം, ആ ഹൃദ്യത നഷ്ടപ്പെട്ടിരിക്കുക, ദൈവവുമായിട്ടുള്ള സ്നേഹവും സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നേ, നീ ഇത് നാടുവാഴിക്കർപ്പിക്കുമോ? നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുമോ? അവൻ നീ ഈ കൊടുക്കുന്ന കണ്ണുപൊട്ടിയതും മുടന്തുള്ളതും രോഗമുള്ളതുമായ ഈ ജീവിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അവൻ നിന്നിൽ ആനന്ദിക്കുമോ? നിന്നോട് പ്രസാദം തോന്നുമോ? അതെങ്ങനെ തോന്നാനാ? അതെങ്ങനെ തോന്നും? ആർക്കു തോന്നും? ഒരാൾക്ക് നമ്മളൊരു പേന, കുറഞ്ഞ പക്ഷം ഒരു പേന ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അത് പൊട്ടിപ്പോയതാണെങ്കിൽ, അതിൻ്റെ ഗ്യാപ്പെല്ലാം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ കൊള്ളത്തില്ല, പന്നലാണ്, ശരിയല്ലാത്തതാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അദ്ദേഹം ആ പൊതി അഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാത്ത പൊട്ടിപ്പോയൊരു പന്ന, ഒരു വൃത്തിയില്ലാത്ത മോശമായിട്ടുള്ള ഒരെണ്ണമാണെന്ന് വിചാരിക്കുക. നോക്കണേ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര വേദന തോന്നും അതഴിച്ച് നോക്കിക്കഴിയുമ്പോൾ. മോശമായ ആ സാധനം കാണുമ്പോൾ നമ്മളോട് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനോഭാവം? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അന്നേരം വരുന്ന വികാരം എന്തായിരിക്കും? ഇത് തന്നെയാണ് ദൈവത്തിനും. ഇത് നമുക്കൊരാൾ തന്നു എന്ന് വിചാരിക്കുക, നാം കൊടുത്തത് വിട്ട്.
നമുക്കൊരാൾ തന്നപ്പോൾ നമ്മളിത് അഴിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന വികാരം എന്താ? ആ സ്ഥാനത്ത് ദൈവത്തെ ഒന്ന് കണ്ടു നോക്ക് പ്രിയ സഹോദര സഹോദരി. നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം അർപ്പിക്കുന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ, അതിൽ ദൈവത്തിന് സന്തോഷമില്ലെങ്കിൽ, ദൈവം അതിൽ ആനന്ദിക്കുന്നില്ലെങ്കിൽ, നാം കൂടി വന്ന് ആരാധിച്ചതുകൊണ്ടുണ്ടായ ഗുണമെന്ത്? ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നാം കൊടുക്കുന്നതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ അതേറ്റവും മേത്തരമായത്, മേധസ്സോടുകൂടിയത്, ഉത്തമമായത്, ശ്രേഷ്ഠമായത്. കാരണം അവൻ മഹോന്നതനായ ദൈവമാ, സർവശക്തനായ ദൈവമാ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാ, സാറാഫുകളാലും ദൂതഗണങ്ങളാലും ആരാധന സ്വീകരിക്കുന്ന ഉന്നതനായ ദൈവമാ. ആ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം, നമ്മുടെ മഹിമയല്ല പിന്നെയോ, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, അവൻ്റെ മഹിമ, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ഉന്നതി അത് കണ്ട് മനസ്സിലാക്കി അതിനൊത്തവണ്ണം ഈ രാജാതിരാജാവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് കഴിയണം. നാം എന്തെങ്കിലും അർപ്പിക്കുകയല്ല, മറിച്ച് അവൻ പ്രസാദിക്കുന്ന വിധത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അങ്ങനെയുള്ള ആരാധനയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടെ ഓരോ ദിവസവും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.